भजे हम गणपतिं भजे हम ഇതെവിടെ പോയി പടച്ചോനെ? വെച്ചോടുത്ത് കാണുന്നില്ലല്ലോ. സൈനബാ, സൈനബാ. ഓ തുടങ്ങി. ഈ ഉമ്മ ഇതെവിടെ? ഓ ഇതുവരെ മൊഞ്ചു നോക്കി തീർന്നില്ലേ ഉമ്മ? സുറുമ തീർന്നടി. സുറുമ പത്തിരിക്കാരി നിങ്ങളൊന്ന് അടുക്കളയിലേക്ക് ചെല്ലി. ഹാലാക്കിന്റെ ഒരു അവിലും കഞ്ഞി നേരം വെളിച്ചാവുമ്പോ തുടങ്ങും. നാശം പിടിച്ചൊരു ചണ്ടയും കോയിലും മനുഷ്യന് കണ്ണും കാതും കേൾപ്പിക്കില്ലെന്ന് വെച്ചാ എന്തേ കുന്തം? നിങ്ങളിപ്പോ കളരിപ്പയറ്റിനിറങ്ങുക കുന്തും കുറുടിയൊക്കെ ആയിട്ട്. വേണ്ട, നീ ഇന്ന് എഴുതാൻ കൊടുക്കാനുള്ള ആധാരക്കെട്ട് എവിടെ? ഈ വീട് മുഴുവൻ തെരഞ്ഞു നോക്കി, കിട്ടൂലാന്ന്. എന്ത്? ഈ വീട് മുഴുവൻ തെരഞ്ഞാ കിട്ടുമോ നിങ്ങളെ കക്ഷത്തുള്ള ആധാരക്കെട്ട്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? എന്റെ അമ്മ ഇങ്ങോട്ട് വന്നേ. അല്ല, ഈ കച്ചേരി ഇവിടെ തീരൂല്ലേ? കച്ചേരി അല്ലെന്ന്, സംഗീത ക്ലാസ്. ഇതൊക്കെ വീടിനൊരു ഐശ്വര്യ. കുഞ്ഞു പറയും സംഗീതം മനസ്സിനൊരു ടോണിക്കാന്ന്. കുഞ്ഞു പലതും പറയും. കേക്കണ്ട എനിക്ക് എന്റെ കുഞ്ഞു പുരാണം. ഒക്കെ ഒരു ദിവസം ഞാൻ നിർത്തിത്തരും. അല്ല ടീച്ചറെ, ഈ പോത്ത് അലറണ പോലെ വേണോ? ഇത് ഇത്തിരി ഒച്ച കുറച്ചുകൂടെ. അങ്ങനെ പോരെ? ഇത് ഉച്ചസ്ഥായിൽ ആലപിക്കേണ്ട കീർത്തനമാണ് മജീദ് ഭായി. ഉച്ച വരെ നീട്ടണ്ട, വേഗം തീർത്ത് പോയിക്കോളിന്ന്. നിർത്തടാ, എടാ നിർത്താൻ. പിന്നെ നീ ചെണ്ട കൊട്ടി പഠിപ്പിച്ചിട്ട് ഇവര് വലിയ വയലാർ രാമവർമ്മമാരാവാൻ പോവല്ലേ? വയലാർ രാമവർമ്മ അല്ല, മങ്കട രവിവർമ്മ. ഇതിനിടയിൽ ഓൻ പേര് മാറ്റിയാ? ഇതാടാ പറയണത്, ഇങ്ങള് കലാകാരന്മാർക്ക് ഒരു സ്ഥിരതയില്ലാന്ന്. പറയണ വാക്കിനൊരു വിലയുണ്ടാവൂല. പേര് വരെ മാറ്റില്ലടങ്ങള്. നേരം വെളുക്കുമ്പോ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കണ നേരം കൊണ്ട് അനക്ക് എന്റെ പീടി ഒന്ന് തുറന്നുവിടാ. അപ്പൊ കുഞ്ഞാക്ക് എനിക്കിട്ട് തുണിപ്പീടി ആരെയൊന്നും ഓർക്കും? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇങ്ങളല്ലേ? നിങ്ങൾ നേരം വിളിക്കുമ്പോ 1100 ഉറുപ്പിട്ട് ഇറങ്ങൂലേ കണ്ടവന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ? വെട്ടിപ്പിടിക്കടാ, വെട്ടിപ്പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നോണ്ടാണ് നീ മദ്ദളത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതും നിന്റെ ഈ ഉമ്മ സിന്ധി പശുവിന്റെ പോലെ കൊഴുത്ത് തടിച്ചിരിക്കുന്നതും. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ പോയി. അതല്ലേ ഇത്? അപ്പൊ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ? നമുക്ക് അല്ല പുയ്യാപ്പിളെ, പത്തിരി മീൻമുളകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാണ്ട് ഇറങ്ങാ. എനിക്കിപ്പോ ഒരു അമ്മായി സൽക്കാരത്തിന് പറ്റിയ നേരല്ല അമ്മായി. പിന്നെ അദിനാൻ സ്വാമിന്റെ പുതിയ CD ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരണേ. കണ്ണീ കണ്ട സ്വാമിമാരുടെ ഭജന കേൾക്കാൻ ഇറങ്ങിയിരിക്കുക തള്ള വയസ്സാം കാലത്ത്. ഒരു പെരിക്ക് പെരിക്കിനിട മക്കളെ. ഈ 1001 ബലത്തിൽ ഇന്ന് നല്ലൊരു ഭൂമി കച്ചവടം നടക്കണേ എന്റെ പടച്ചോനെ. ഏർച്ചപ്പെട്ടിയിൽ എന്തെങ്കിലും ഇടണ്ടേ? അമ്പതിന്റെ പൈസ കാണാനില്ലല്ലോ. ബിസ്മില്ലാ. പടച്ചോനെ. മജീദ് ഭായ്, ഇമ്മാതിരി പണി മനുഷ്യന്മാർ ചെയ്യരുത്. നേർച്ചപ്പെട്ടിയിൽ കാശിട്ടതാ. എന്റെ ജാതിക്കാര്യത്തിൽ ഭാസ്കർ ഇടപെടണ്ട. ജാതിക്കാര്യത്തിലല്ല, ഭൂമിക്കാര്യത്തിൽ ഇടപെടാനാ ഞാൻ വന്നത്. നിങ്ങളെന്ത് പണിയാന്ന് കാണിച്ചത്? 15 ലക്ഷത്തിന്റെ സ്വത്തിന് 1001 ഞൊട്ട ടോക്കൺ പിടിപ്പിച്ച് അഡ്വാൻസിയായി 50,000 മിനിയാതെത്തിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരെ പറ്റിച്ചില്ലേ? നേറികേട് കാണിക്കരുത് ഭായി. ഇതാ 1001 രൂപ. നിങ്ങൾ എന്തു വർത്താനാ ഈ പറയണ? പൈസ ഓന് എത്തിച്ചില്ലേ? ആര്? കുഞ്ഞാക്കിയായിരിക്കും. അവൻ എന്നോട് 50,000 തിരുമറിക്ക് ചോദിച്ചതാ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് നിങ്ങൾക്കായിരിക്കും. കുഞ്ഞാക്ക ചോദിച്ചാൽ 5 ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഞാൻ. അത് വേറെ കാര്യം. അതെ, ഇവരെ സ്ഥലത്തിന് നിങ്ങൾ പറഞ്ഞതിലും വലിയ വിലക്ക് ഞാനൊരു പാർട്ടിയെ കൊണ്ടേ കൊടുത്തതാ. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, വഴി ശരിയല്ല, ചാത്തനേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബടക്കാക്കി തനിക്കാക്കുന്ന? നിങ്ങളൊന്ന് വണ്ടി കയറി. ഇവിടെ എക്സിബിഷൻ ഒന്നും ഇല്ലടാ എന്റെ മക്കളെ. നിങ്ങൾ ആരെയാണ് ഈ ഏന്തി നോക്കുന്നത്? ഇത്രയും ഹംകിള് ഈ അങ്ങാടിയിലുണ്ടെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായി. 1001 ഉറുപ്പിയും ഇസ്തിരി ചുളിയാത്ത കുപ്പായോ ഒലക്കമ്മന റേഡോ വാച്ചും 6 ദൂരം താമസവും. അയ്യയ്യേ, നാണക്കേട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഷട്ടറിട്ട് പോരേ പോടോ. ഈ 1001 ഉറുപ്പിക കൊണ്ട് ഭൂമിയുടെ പൊക്കിളിൽ ഞാൻ കൈയിടും ഭാസ്കര. യാത്രക്കാർ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും മങ്കര വഴി വല്ലസന്ന ക്ഷേത്രത്തിലേക്കുള്ള ദേവീപ്രസാദം 8:15 പുറപ്പെടുന്നു. ശ്രദ്ധിക്കുക, തിരുവണ്ണൂർ കൊളപ്പായി ചെറുകര പെരിന്തൽമണ്ണ വഴി ശിവപുരത്തേക്ക് പോകുന്ന മൈത്രിയും റോഡ് കിങ്ങും സ്റ്റാൻഡിന്റെ വലതുഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും പത്തിരിപ്പാലം വഴി പാലക്കാട്ടേക്ക് പോകുന്ന കമല പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. തൊട്ടുപുറകെ സഹദേവനും പോകേണ്ടതാണ്.
കണ്ടുകൊടുത്ത എനിക്ക് അല്ല ബസ് പോണാരും വിളിച്ചു പറഞ്ഞതാ. മൊബൈൽ നമ്പർ ചോദിക്കായിരുന്നു. ഓട്ടെ. സുന്ദര, എന്തൊക്കെയുണ്ട് സുന്ദര? എന്ത് പറയാനാ, അച്ഛൻ കിടന്ന കിടപ്പ് തന്നെ. അമ്മ പിന്നെ നേരത്തെ കിടപ്പിലാണല്ലോ. വീട്ടിലെ കാര്യല്ലടോ, തിന്നാൻ എന്തുണ്ടെന്ന്. അതിനല്ലേ പുട്ട്, ദോശ, അപ്പോ. എന്നാ ഒരു കഷ്ണം പുട്ട്, ഒരു ചുറ്റിക. ചുറ്റിയോ? എന്തിനാ? പുട്ട് പൊടിച്ച് തിന്നാൻ. അത്രക്ക് സോഫ്റ്റ് ആണല്ലോ നിന്റെ പുട്ട്. ഒരു കട്ടൻ എടുക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്നും ചെർപ്പുളശ്ശേരി വഴി മലപ്പുറത്തേക്ക് പോകുന്ന റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. റോഡ് കിങ് ഉടൻ പുറപ്പെടുന്നു. നിന്റെ വായിലെന്താടാ മൈക്ക് എന്തേ? മൈത്രി പുറപ്പെടുന്ന കാര്യം മാത്രം എന്താ നിന്റെ വായിന്ന് പുറത്തേക്ക് വരാത്തത്? അടങ്ങ് വിജയ, അടങ്ങ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ശിവപുരത്തേക്ക് പോകാൻ വേണ്ടി മൈത്രി തയ്യാറായി നിൽക്കുന്നു. റോഡ് കിങ് എന്ന് പറയുന്ന ബസ് തന്നെയാണ്, അല്ലാതെ ഓട്ടോറിക്ഷ ഒന്നും അല്ല. അനൗൺസ് ചെയ്യടാ. ഓ, സമയമാകുമ്പോ അനൗൺസ് ചെയ്യും. നിന്റെ സൗകര്യത്തിന് പറഞ്ഞല്ലേ ബസ് സ്റ്റാൻഡ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഏറനാട്ടിൽ നിന്ന് ശിവപുരത്തേക്ക് പോകുന്ന റോഡ് കിങ് 8:30 പുറപ്പെടുന്നു. വിളിച്ചു പറയണ. ഇവനാരടാ ഏർനാട്ട അർണോൾഡാ? നമ്മുടെ മൈത്രി പോയോ കുമാരേട്ടാ? മൈത്രി ഒക്കെ പോയില്ലേ കുട്ടിയെ? അതുകൊണ്ടല്ലേ ഈ നാട്ടില് വെട്ടും കുത്തും കുഴപ്പങ്ങളൊക്കെ. ആ മൈത്രി അല്ല, നമ്മുടെ മൈത്രി ബസ്. അത് വരാനാവുന്നല്ലേ ഉള്ളൂ. ഓ, പറയും പോലെ സമയം ആവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? എടാ റോഡ് കിങ്, ഇന്ന് ഇതിൽ പോവാടാ. വേഗം, കുട്ടികളോട് മാറ്, മാറ്, മാറ്. പോരാൻ. അയ്യോ അമ്മേ. പടച്ചോനെ, എന്തിട്ടത് നെറ്റി മുറിഞ്ഞിക്കണല്ലോ. വാസുട്ടി, ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാ റോഡ് കിങ്ങാരി ചെയ്തതാ. അതിന് മുന്നേ പോയില്ലേ? കുഞ്ഞാക്കടെ മുമ്പിൽ വേറൊരു കിങ് വേണ്ട, കൂട്ടണം. നിങ്ങളുണ്ടെങ്കിൽ നമ്മളും ഉണ്ടെങ്കിൽ അവിടെ മോനെ വണ്ടി കയറ്റി ആരാണ്ട. ആ, നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല. ഏതപ്പോ നേരം ഇന്നേരം തന്റെ വണ്ടി അങ്ങനെ എവിടെ എത്തി? അതിന് നമുക്കൊരു കളി വേറെ കളിക്കണ്ട, അതവിടെ വെക്കട്ടെ. ഈ ചെക്കനെ ഈ ബസ് ഒന്ന് തള്ളിട്ടോ. നടു റോട്ടുമ്മല് മനുഷ്യക്കുരുതികളാ നമ്മൾ പ്രൈവറ്റ് ബസ്സുകാരെ മത്സരം ഓട്ടം കൊണ്ട് നടക്കണതേ. അവന്റെ കയ്യോ കാലോ ജീവനോ പോരുന്നെങ്കിൽ ഓന്റെ തന്തക്ക് നടക്കും. ഈ തിരിച്ചു കൊടുക്കും അവനെ. അത് തന്തയോ? അത് ഓക്കെ, പോകാം. അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്ത് പോകാൻ പറ്റ സുൽത്താനെ. കണ്ടീഷനുള്ള വണ്ടി ആകുമ്പോ റോഡിലോടി 10 കാശുണ്ടാക്കും. അങ്ങനെ ഓടാനേ അശോക, റോഡ് എന്റെ തറവാട്ട് വകല്ലോ. പിന്നെ എന്റെ വാപ്പാന്റെ വകയാ. അശോക, അനക്ക് വിളമ്പി വെച്ച ഈ തിന്നു. മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കര ആ കൈ ഞാൻ വെട്ടും, ഉറപ്പാ. വെട്ടിയാ മുറിയാണ്ടിരിക്കാൻ ഉരുക്കൊന്നുമല്ല എന്റെ കൈ.
4 ഫുൾ ടിക്കറ്റും വേണ്ടിട്ട് റോട്ടുമലിട്ട് ഓടിക്കും ചവിട്ടി തള്ളിട്ട് നെറ്റി പൊട്ടിക്കുകയും ചെയ്യണ ഈ മക്കളില്ലേ, ഇതൊക്കെ ആരാന്ന് എന്റെ വിചാരം? കണക്കൊന്നും ഇനി വലിയ വളർച്ചയിലൂടെങ്ങായി. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ചെക്കർ, അങ്ങനെ 3-4 കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊക്കെ വളരാനുള്ള മക്കളാ. ഈ മക്കളെ വില മനസ്സിലാക്കാനേ തന്ത ആകണമെന്നില്ല, തന്തയ്ക്ക് ഉണ്ടായ മതിയോ. ആക്സിലേറ്റർ മേൽ കാലമർത്തി മുന്നോട്ട് പായുമ്പോ എപ്പോഴും ഒരു സടം വെറുക്കുന്ന സാധ്യത ഉണ്ടെന്ന് ഓർത്തോ. എത്ര വണ്ടി എങ്ങട്ടെല്ലാം പോയ റോഡാ മുന്നിൽ കിടക്കണത്. കാണാട്ടാ.